എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് തയ്യാറാക്കുന്നത് ദോശയുടെയും ഇഡ്ലിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു ചട്നിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ ഇത്. അപ്പോൾ സാധാരണ ഇഡ്ലിയും ദോശയൊക്കെ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒന്നാണ്. പക്ഷേ ഇന്ന് ഒരേ രീതിയിൽ ചട്നി തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല മടുപ്പാവും, കുട്ടികൾക്കും കഴിക്കാനായിട്ട് നല്ല മടുപ്പായിരിക്കും. അപ്പോൾ ഇതുപോലൊരു ചട്നി തയ്യാറാക്കി നോക്കൂ. നമ്മൾ എത്ര ഇഡ്ലിയും ദോശയും വേണമെങ്കിലും കഴിക്കൂ കേട്ടോ, അത്ര ടേസ്റ്റാണ് അതിന്. അപ്പോൾ തയ്യാറാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചേർത്ത് കൊടുത്തത് ഞാൻ വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ നോക്കുക കേട്ടോ, അപ്പോഴാണ് നല്ല രുചി നമ്മുടെ ഈ ചട്നിക്ക് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില എത്ര ചേർത്ത് കൊടുത്താലും നമ്മുടെ ഈ ചട്നിയുടെ രുചി കൂടുകയുള്ളൂ. അപ്പോൾ എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകാണ്. അപ്പോൾ ഇപ്പം ഞാൻ വറ്റൽമുളക് ഒരു 7 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലവർക്ക് എരിവ് കുറച്ച് കൂടുതലൊക്കെ ചട്നിക്ക് ഇഷ്ടമുണ്ടാവും. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വളരെ കുറച്ച് കൊടുക്കണതാണ് നല്ലത്. പ്രത്യേകിച്ച് ഇത് ബ്രേക്ക്ഫാസ്റ്റിനാണല്ലോ നമ്മൾ എടുക്കുക. അപ്പോൾ അതനുസരിച്ച് എടുത്തോളൂ. അതുമാത്രമല്ല, ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അതായത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മളിത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പൊടിക്കുമ്പം ഇങ്ങനെ വളരെ പൊടിഞ്ഞു പോകുന്ന ആ ഒരു പരുവുണ്ടല്ലോ, അത്രയായിട്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചട്നിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി കോരി എടുത്തോളൂ. കാരണം ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത്രയും നേരം കറിവേപ്പില കിടന്നാൽ അതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് കോരി മാറ്റിക്കോളൂ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടി ഇട്ടിട്ട് ഫ്രൈ ആക്കാനുള്ളതാണ്. അപ്പോൾ വെളിച്ചെണ്ണ കൂടുതലൊന്നുമല്ല കേട്ടോ, ഇത്രയും വെളിച്ചെണ്ണ തന്നെ വേണ്ടി വരും. ഇനി അതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നാളികേരത്തിൻ്റെ കൊത്താണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നാളികേരം ഇങ്ങനെ കൊത്തിയെടുക്കുമ്പം കുറച്ച് നൈസായിട്ടൊന്ന് കൊത്തിയെടുക്കാൽ ഒരുപാട് സമയം എടുക്കില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഇതും നമ്മൾ വറ്റൽമുളക് മൂപ്പിച്ചെടുത്ത പോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. നല്ല ചുമന്ന കളറിൽ എടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ, മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പും ഒരു റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്, ഈ ചട്നി റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണണം. അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ചട്നി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും തന്നെ മൂപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാം കൂടി അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പം ഞാൻ ഈ നാളികേരക്കൊത്തും കൂടി ഒന്ന് കോരി മാറ്റുന്നുണ്ട്. ഇപ്പോൾ ചട്നിക്ക് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ട് ചട്നി തയ്യാറാക്കുമ്പം നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളിയാണ്. അപ്പോൾ സവാള നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കരുത് കേട്ടോ, ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. ചെറിയുള്ളി അത്യാവശ്യം നന്നായിട്ട് എടുത്തോളൂ. അതിൻ്റെ എണ്ണം ഞാൻ പറയുന്നില്ല, കാരണം ചെറിയുള്ളിക്ക് എത്ര ചേർത്താലും നമ്മുടെ ചട്നിക്ക് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഈ ഉള്ളി എടുക്കുമ്പോഴും ഇങ്ങനെ വാടി പോലെ എടുക്കരുത്, അത്യാവശ്യം നന്നായിട്ട് ഗോൾഡൻ കളറിൽ തന്നെ എടുക്കണം. ഇതേ കളറിൽ തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. ഇത് നമുക്ക് കഞ്ഞിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. കാരണം ഈ നാളികേരമൊക്കെ നമ്മൾ ശരിക്കും വറുത്തെടുത്തിട്ടല്ലേ ഈ ചട്നി തയ്യാറാക്കുന്നത്, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ അതുമല്ല, നമ്മൾ തേങ്ങാ ചട്നി ഉണ്ടാക്കുന്ന പോലെയല്ല ഇത്. നമ്മൾക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് 2-3 ദിവസമൊക്കെ ഉപയോഗിക്കാം, കേടാവുമൊന്നുമില്ല. പുറത്ത് വെക്കാതിരുന്നാൽ മതി, ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കണ്ടോ, ഈ ഒരു ഗോൾഡൻ കളറിൽ വരണം. ഈ ഒരു സമയത്ത് നമ്മളിതെല്ലാം ഒന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ തയ്യാറാക്കിയതിൽ നിന്നും ചട്നിയിൽ നിന്നും വ്യത്യസ്തം എന്ന് പറയാനായിട്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മെയിനായിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കാം. അമ്മിക്കല്ലിൽ അരക്കി വെച്ചാൽ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ അമ്മിക്കല്ലിലല്ല, ഞാൻ മിക്സിയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിനകത്തേക്ക് നാളികേരത്തിൻ്റെ കൊത്തും അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയുള്ളി, പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി ഞാൻ വറുത്തിട്ട് തൊണ്ട് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കപ്പലണ്ടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അളവ് പറയാച്ചാൽ ഒരു 3/4 ബൗൾ വരും കേട്ടോ. കപ്പലണ്ടിയും ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല, പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം അരയ്ക്കുമ്പം ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കണ്ട. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളൊന്ന് തിരിച്ചാൽ മതി. മിക്സിയുടെ ആ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഒറ്റ പ്രാവശ്യം അങ്ങ് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് അരച്ചിട്ട് വരാം. ഇപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്.
ഇനി ഇതിനകത്തേക്ക് നമ്മൾക്ക് ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട്. കാരണം നമ്മൾ ഇതിനകത്തേക്ക് പുളി ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മളിതാ പുളി ചേർത്ത് കൊടുക്കുക. വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ. ഇതിലേക്ക് നമ്മൾ വാളംപുളി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. തക്കാളി ചേർക്കരുതേ. തക്കാളി ചേർത്താൽ നമ്മുടെ ചട്നിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. തക്കാളി ചട്നിയുടെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും വരിക. അതുകൊണ്ട് വാളംപുളി തന്നെ ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ. ഇനി ഇത് അരച്ചെടുക്കുമ്പം അത്യാവശ്യം നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഞാൻ ഒരു പാത്രത്തിനകത്തേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്കൊന്ന് കടുക് വറുത്തിടണം. അപ്പോൾ കടുക് വറുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കടുകും വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും സാധാരണ നമ്മൾ ചട്നിക്ക് വറുത്തിടുന്ന പോലെ തന്നെ കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നിയാണിത്. കപ്പലണ്ടിയൊക്കെ ചേർത്തതുകൊണ്ട് കുട്ടികൾക്ക് കൊടുത്താലും വളരെ നല്ലതാണ്. പിന്നെ ഇത് അരയ്ക്കുമ്പോൾ മാത്രമേ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് അരച്ചെടുക്കണം. തേങ്ങാ ചട്നി അരയ്ക്കുന്നത് പോലെയല്ല, കപ്പലണ്ടി ചേർത്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇടയ്ക്ക് അത് കടിക്കും നമ്മൾ ഇഡ്ഡലിയുടെയൊക്കെ കൂടെ കഴിക്കുമ്പോൾ. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ കപ്പലണ്ടി തേങ്ങാ ചട്നി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.